സായുധ സേന ഇല്ലേ? ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സായുധ സേനകളുടെ ദിനാചരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ്, മേജർ ഈവെന്റിന്റെ, ഹിസ്റ്റോറിക്കൽ ഈവന്റ്, നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവെന്റിന്റെ ഓർമ്മ പുതുക്കലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി 15-ാം തീയതി, എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8-ാം തീയതി ആണ്. നേവിയുടെ എപ്പോഴാണ് ചെയ്യുക? നേവിയുടെ ഡിസംബർ 4-നാണ് ചെയ്യുക. ഓക്കെ, എന്താണ് ഈ ഡിസംബർ 4-ന്റെ പ്രത്യേകത? അങ്ങ് കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ 1971 ഡിസംബർ 4-ന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ ബോട്ട്സ് ഇന്ത്യൻ നേവി നടത്തി. മനസ്സിലായോ? അപ്പോൾ കറാച്ചി തീരം കത്തുകയായിരുന്നു. കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ? അവരുടെ എല്ലാ കൊമേഴ്സും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു. അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചോളം, ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും. അക്കൂട്ടത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം. അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത. കാരണം അതിന്റെ ഓർമ്മ പുതുക്കലിലൂടെ നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, നിങ്ങൾ പഴയത് ഓർമ്മയുണ്ടോ? നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കും. അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത? എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത്, അല്ലെ നമ്മുടെ 2 ഡിഫൻസ് PROs ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം? അതിന്റെ പ്രത്യേകത വളരെ വലുതാണ്. ഒരു 3 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ദിനാഘോഷങ്ങൾ, സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയനും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വെക്കണം. അപ്രകാരം നേവി കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ? നമുക്ക് 9 കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് 2022 എവിടെയാണ് നടത്തിയത്? മഹാരാഷ്ട്രയിലാണ്, സിന്ധുദുർഗ്. കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റൽ. ഓക്കെ, ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പം അത് നമ്മളിപ്പോൾ ഒഫീഷ്യലി നമ്മുടെ PRO പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ. ഒഫീഷ്യലി നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാണ്. തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം, ഇപ്രാവശ്യത്തെ നേവി ഡേ ഡിസംബർ 4, 2025 നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ്. അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ വെച്ചാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ്. അപ്പൊ അതിലേക്ക് ഇപ്പൊ നമ്മൾ എന്താണ്